ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എന്നോട് ബ്ലോഗ് സ്പോട്ട് ഒഫീഷ്യൽ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നേക്ക് ഞാൻ ചെയ്യാൻ പോണത് എന്താണെന്ന് വെച്ചാൽ, എപ്പോഴും തെറ്റായിട്ട് പറയും കാണിക്കാൻ പോണത്, അതിൽ ചെയ്യാൻ പോണതെന്ന് പറയണം. ചെയ്യാൻ പോണത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഉണക്കമീൻ കൊണ്ടുള്ളൊരു റെസിപ്പിയാണ്. ഈ ഉണക്കമീൻ കണ്ടില്ലേ, ഇതാണ് ഉണക്കമീൻ. ഇത് നമ്മൾ വൈകുന്നേരം ചോറിന് ഇന്നേക്ക് സാമ്പാറാണ്. അപ്പോൾ ഞങ്ങൾക്ക് രണ്ടാമത് സൈഡ് ഡിഷിന് എന്താ ഉണ്ടാക്കണമെന്ന് ആലോചിച്ചപ്പോൾ ഞാൻ ശരി ഉണക്കമീൻ ലേശം ഉണക്കമീൻ വാങ്ങിയിട്ട് നമ്മളിന്ന് ഒരു വെറൈറ്റിയുള്ള റെസിപ്പി ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾക്ക് പലർക്കും അറിയുമോയെന്ന് അറിയില്ല, പക്ഷേ ഇത് ഇവിടെ കോയമ്പത്തൂരുള്ളവർ ചെയ്യണ ഒരു പരിപാടിയാണ് കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ മുളകും ഉപ്പൊക്കെ തിരുമ്പിയിട്ട് ഫ്രൈ ചെയ്യും, പക്ഷേ ഇത് ഞാൻ വേറെ ഡിഫറെൻ്റ് ആയിട്ടാണ് ചെയ്യണത്. അപ്പോൾ അതിന് ഞാൻ എടുത്തിട്ട് കുറച്ച് ഉണക്കമീൻ, ഇതാണ് ഉണക്കമീൻ. ഇതെന്ത് മീനാണെന്ന് അറിയില്ല, ഇതിങ്ങനെ ഇവിടെ കിട്ടണതാണ്. പക്ഷേ ഇവിടെ കഷ്ണം മീനാണെന്ന് പറയും, ഉണക്കമീനാണത്. ഒരു തക്കാളി ചെറുതാക്കി പൊടി അരിഞ്ഞത്, പിന്നെ കുറച്ച് വലിയ ഉള്ളി, കുറച്ചെന്നല്ല വലിയ ഉള്ളി, ഒരു 3-4 വലിയ ഉള്ളി ചെറുതാക്കി നുറുക്കിയെടുത്തത്. ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ, പിന്നെന്താണെന്ന് വെച്ചാൽ ഉണക്കമീൻ എന്താ അത്ര കമ്മി എന്നൊക്കെ നിങ്ങൾക്ക് തോന്നും. ഈ ഒരു 4 കഷ്ണം ഉണക്കമീനിന് ഇവിടെ 30 രൂപയാണ് വില. പാക്കറ്റിലാണ് കിട്ടുക ഇവിടെ. ഇതിന് 30 രൂപ വിലയാണ്. അപ്പോൾ ഇവരച്ഛൻ കഴിക്കില്ല, ഇവരച്ഛൻ ഉണക്കമീൻ ഇഷ്ടമല്ല. അപ്പോൾ ഞങ്ങൾക്ക് 3 ആൾക്കേ വേണ്ടു. അപ്പോൾ ഞങ്ങൾക്കിത് മതി എന്നുള്ളൊരു പ്ലാനിലാണ്. പിന്നെ നാളേക്കൊന്നും വേണ്ട, ഇതുകൊണ്ട് ഇന്ന് രാത്രിക്ക് മാത്രം ഒരു ചോറിന് ലേശം അങ്ങനത്തെ ഒരു ഇതിലാണ് ചെയ്യണത്. അപ്പോൾ ഇത് നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഒരു ചട്ടിയിൽ ഞാൻ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ആ എണ്ണ നല്ല ചൂടായി വരുമ്പോൾ ഞാൻ ഒരു ചെറിയൊരു പച്ചമുളക് 2ആക്കി കീറി ഇതിലിടുകയാണ്. ഒന്ന് മൂത്ത് വരട്ടെ. അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ കുറച്ച് കറിവേപ്പില ഇടുകയാണ്. തീ കുറച്ച് കമ്മിയാക്കി വെച്ചോളും, തീ അധികം വേണ്ട. കറിവേപ്പില ഇട്ടിട്ടുണ്ട് ഞാൻ അതിലേക്ക്. ഇപ്പം ഞാൻ അതിലേക്ക് നേരെ ഇടാൻ പോണത് വലിയ ഉള്ളി, ഇത് കട്ട് ചെയ്ത് വെച്ച വലിയ ഉള്ളിയാണ്. മുഴുവനായിട്ട് ഇടുകയാണ്. ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. നന്നായിട്ട് വഴറ്റി വരാൻ വേണ്ടി അതിലേക്ക് കുറച്ച് ഉപ്പ് ഇടട്ടെ. ഇവിടെ പക്ഷേ ചോറിന് കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് സാധനം, ഉണക്കമീനായതുകൊണ്ടേ. നന്നായിട്ട് ഞാൻ ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് വഴറ്റിയാണ്. നന്നായിട്ട് വാടി വരണം. നല്ല ടേസ്റ്റുള്ളൊരു ഡിഷാണ് കേട്ടോ. അപ്പോൾ സിമ്പിളാണ്. എന്തെങ്കിലും ഒരു ലേശം ഉണക്കമീനൊക്കെ ഉള്ളെങ്കിൽ അതുകൊണ്ട് 2-3 പേർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ആക്കുകയാണ് ഇപ്പോൾ സംഭവം അതാണ്. പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ ഈ ഇതെന്താ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കണമെന്നൊന്നും വിചാരിക്കേണ്ട, നല്ല രുചിയാണ് ഇത് കഴിക്കാൻ. ഉള്ളി നന്നായിട്ട് വാടട്ടെ. അപ്പോൾ നിങ്ങളിതിൽ ഉപ്പിടുമ്പോൾ സൂക്ഷിച്ചിടണം കേട്ടോ, കാരണം ഉണക്കമീനായതുകൊണ്ട് ഉണക്കമീനിൽ ഉപ്പുണ്ടാവും. അപ്പോൾ ഇതിലേക്ക് ലേശം ഉപ്പിട്ടാൽ മതി, നിറയെല്ലാം ഉപ്പിടണ്ട. നന്നായിട്ട് വാടിയിട്ട് വരട്ടെ. ഒരു ഏകദേശം വാടിയിട്ടുണ്ട്. ഇനി കുറച്ച് കമ്മിയാക്കി ഞാൻ ഇനി ഇതിലേക്ക് തക്കാളി ഇടാൻ പോവുകയാണ്. അല്ലേ, അരിഞ്ഞ് വെച്ച് തക്കാളി ഇടുകയാണ്. ഇതിലേക്കിട്ട് തക്കാളി ഇതിലേക്കിട്ട് നന്നായിട്ട് വഴറ്റിയാണ്. തക്കാളി നന്നായിട്ടൊന്ന് വെന്തുടഞ്ഞ് വരട്ടെ, അതുവരെയ്ക്ക് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ തക്കാളി ഒരു ഏകദേശമൊക്കെ നല്ല വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇടുകയാണ്. ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയുടെ നന്നായിട്ട് ഇളക്കട്ടെ. എനിക്കൊരു 1/2 സ്പൂണ് മുളക് പൊടി, 1/2 സ്പൂൺ മുളക് പൊടി, എരിവ് അധികം വേണ്ട, കുറച്ച് എനിക്കൊരു 1/2 സ്പൂണ് മല്ലിപ്പൊടി,
ഇതിട്ട് നന്നായിട്ട് ഇളക്കണം. നന്നായിട്ട് ഇളക്കണം. ഉപ്പൊക്കെ ഉണ്ടോ നിങ്ങൾ നോക്കി ടേസ്റ്റ് ചെയ്ത് നോക്കിക്കൊള്ളുണ്ടോ. എന്താ വെച്ചാൽ ഇതിലേക്ക് കുറച്ച് എണ്ണ കുറച്ച് അധികം വേണം കേട്ടോ. എണ്ണ കുറച്ച് കമ്മിയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ലേശം എണ്ണ കൂടി ഒഴിച്ചോളുണ്ടോ. കാരണം എണ്ണയിൽ കട്ടണം നന്നായിട്ട് ഇതിങ്ങനെ വഴറ്റിയെടുക്കേണ്ടത്. നിങ്ങൾക്ക് കാണുമ്പോഴേ അറിയുന്നുണ്ട് നല്ല എണ്ണ ഉണ്ട്. പുരട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത്യാവശ്യം കുറച്ച് എണ്ണ വേണം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് പുരണ്ട് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഈ മീനിടാൻ പോവുകയാണ്. നന്നായിട്ട് ഇളക്കണം. നന്നായിട്ട് മിക്സ് ചെയ്യണം. മീനിലേക്ക് ആ മസാലയൊക്കെ മീനിലേക്ക് നന്നായിട്ട് പിടിക്കണം. നന്നായിട്ട് ഇളക്കിയിട്ട് നമ്മൾ ഇതേപോലെ ഇങ്ങനെ ഈ മീനിൻ്റെ മേലെ ഈ മസാല വരണമാതിരി നന്നായിട്ട് വെച്ച് മൂടണം. മീനിലേക്ക് നല്ല മസാല ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് ഈ ചെയ്യുന്നത്. അത് ഇങ്ങനെ ചെയ്തിട്ട് നമ്മളൊരു സ്ലോയിൽ ഒരു 5 നിമിഷം വയ്ക്കണം. 5 നിമിഷം മൂടി വെക്കണം സ്ലോയിൽ. ഇപ്പോൾ ഇത് കണ്ടോ അത്യാവശ്യം നന്നായി വെന്തിട്ടുണ്ട്. ഇപ്പോൾ ഒന്ന് മെല്ലെ ഇളക്കി കൊടുക്കുകയാണ്. മീൻ ഉടയണ്ട. ഉണക്കമീൻ അധികം വേവൊന്നുമില്ല. അതുകൊണ്ട് വേഗം വെന്ത് കിട്ടും. നന്നായിട്ട് ഉപ്പൊക്കെ ഉണ്ടോ നോക്കിയിട്ട് ഉപ്പ് അതിനകത്ത് ഉപ്പിട്ട് കൊടുത്തോണ്ട്. ഇപ്പോൾ ഉള്ളിയൊക്കെ കണ്ടിങ്ങൾ നന്നായിട്ട് നല്ല മസാല റെഡി ആയിട്ടുണ്ട്. ഉള്ളിയൊക്കെ നല്ല വഴറ്റി നല്ല റെഡി ആയിട്ടുണ്ട്. ചോറിനാണ് ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. രസമൊക്കെ ഉണ്ടെങ്കിൽ ചോറും രസവും ഇതും വെച്ചിട്ട് നല്ല കഴിക്കാം. അങ്ങനെ നന്നായിട്ടായിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് ഒരു കറിവേപ്പിൻ്റെ ഇല ഒന്ന് പൊട്ടിച്ചിട്ടിട്ട് കൊടുത്താൽ നന്നായി പരത്തി വെച്ച് അപ്പം അത്രയേ ഉള്ളൂ. റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ളൂ വീഡിയോ. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ടേസ്റ്റ് നന്നായി സൂപ്പറായിട്ടുള്ള ഡിഷാണ്. ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും എനിക്ക് ഇതിൻ്റെ റിസൾട്ട് ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കണം. അതേമാതിരി എൻ്റെ ചാനൽ ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയറൊക്കെ ചെയ്യണം. അപ്പോൾ ഞാൻ നിർത്തുകയാണ്. ഓക്കെ, ബൈ, താങ്ക് യു.